1 lakh മുതൽ 20 lakhs വരെയുള്ള കാർസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ എല്ലാവരും പറയും ഈ യൂസ് കാർസ് ആണെങ്കിലും ഈ പറയുന്ന 1 to 20 lakhs എവിടെ നിന്ന് കൊണ്ടുവരുമെന്നല്ലേ? വരും, പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. 110 പുതിയ കാറുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ പ്രൈസ് ഡ്രോപ്പ് ഓൺ ഓൾ കാർസ്. അപ്പൊ എന്താണ് ഈ പ്രൈസ് ഡ്രോപ്പിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്കിപ്പോ കാറുകൾക്ക് നല്ല രീതിയിലൊരു വില കുറവുണ്ട്. കാരണം നേരത്തെ ഇട്ടിരുന്ന പ്രൈസിൽ നിന്ന് നല്ല രീതിയിലൊരു റേറ്റ് ഇപ്പൊ നമുക്ക് വ്യത്യാസമുണ്ട്. ഓണത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് കാറിന് അപ്പൊ ഈവൻ യൂട്ടിലിറ്റി വെഹിക്കിൾസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ യൂട്ടിലിറ്റി വെഹിക്കിൾസ് ആണ് ഇവിടെ അവൈലബിൾ? നമുക്കിപ്പോ MG ഹെക്ടർ ഉണ്ട്, ടാറ്റ ഹാരിയർ ഉണ്ട്, ജീപ്പ് കോമ്പസ് ഉണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആകെ ഉണ്ടായിരുന്ന പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർ പറയും ആക്സിഡന്റ് പറ്റിയ കാറുകളായിരിക്കും, അല്ലെങ്കിൽ ഫ്ലഡിൽ നിന്നും കിട്ടിയ കാറുകളായിരിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കാറുകളൊന്നും ആയിരിക്കില്ലെന്ന് ഞാൻ ഇവിടെ കേട്ടു. അത് സത്യമാണോ? അത് സത്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 140+ ചെക്കപ്പുകൾ ചെയ്തതിനു ശേഷമാണ് കാർ ഇവിടെ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ എടുക്കാൻ നേരത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ആദ്യമേ ഫ്ലഡഡ് ആണെന്നുള്ളതാണ്. ഫ്ലഡഡ് ആയിട്ടുള്ള കാറുകളാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കില്ല. ഓക്കെ, നൈസ്. എടുക്കില്ല. അപ്പം അതിനോടൊപ്പം തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് പറ്റിയ വണ്ടികൾ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ. Cars 24.